ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ഹോണറ്റ് വണ്ടിയുടെ ഫ്രണ്ട് ഫോർക്കിൻ്റെ പൈപ്പ് ലീക്കായിട്ട് വന്നിരുന്നതാണ്. അപ്പോൾ നമ്മൾ ഓയിൽ സീൽ മാറ്റാൻ വേണ്ടി വണ്ടി അഴിച്ചിട്ടുണ്ട്. ഓയിൽ സീൽ മാറ്റാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് അഴിച്ച് പീസാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോർക്ക് പൈപ്പ് നല്ല ലീക്ക് ഉണ്ടായ പൈപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഈ റെഡ് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 2-3 കുത്തുകൾ നല്ല രീതിയിൽ വീണിട്ടുണ്ട് അതിനകത്ത്. ആ പ്ലേറ്റിങ്ങും വേണം വന്നേക്കണേ. അതുകൊണ്ട് തന്നെയാണ് ആ ലീക്കേജ് കാണിച്ചേക്കണത് കേട്ടോ. ഈ സൈഡിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഭാഗം ഓയിൽ സീൽ കവറാവില്ല. കവറാവാതെ വരുമ്പോഴാണ് ലീക്ക് വരാം. ഇപ്പുറത്തെ പൈപ്പുമേ തുടങ്ങിയിട്ടുണ്ട്, ആരംഭമാണ്. നമ്മളിത് ടച്ച് ആകുമ്പോൾ നമുക്ക് കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനത്തെ കുഴി വന്ന ഭാഗങ്ങളിൽ ഓയിൽ സീൽ ഒരു കാരണവശാലും കവർ ചെയ്ത് പോവില്ല. അതിൻ്റെ ഉള്ളിലാണ് ഈ ഓയിൽ വർക്ക് ചെയ്യുന്നത്. ഹൈ പ്രഷറിലാണ് അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുക. അപ്പോൾ എവിടെയെങ്കിലും ചെറിയൊരു സെൻസിറ്റീവായിട്ടുള്ള ഭാഗം കണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഓയിൽ തള്ളി പുറത്ത് വരും. അതാണ് ഇപ്പോൾ നടന്നേക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മൾ ഫോർക്ക് പൈപ്പ് മാറ്റാതെ ഓയിൽ സീൽ മാറ്റി കഴിഞ്ഞാലും നിൽക്കില്ല. കുറച്ച് ദിവസമൊക്കെ നിൽക്കും. അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ആ ഓയിൽ സീലിൻ്റെ ഒരു പുതുമയുടെ ഇത് കഴിയുമ്പോൾ വീണ്ടും ലീക്കേജ് കാണിക്കും. അപ്പോൾ നിലവിൽ കംപ്ലയിൻറ്റ് ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ 2 ഫോർക്ക് പൈപ്പ് മാറ്റാം. അതിന് ശേഷം ഓയിൽ സീലും മാറ്റി ഓയിൽ മാറ്റി റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം ഓക്കെ ആയിക്കോളും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് 2 ഫോർക്ക് പൈപ്പ് ഓയിൽ സീലടക്കം മാറ്റി വരുമ്പോൾ എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് ഞാൻ വാട്സാപ്പിനകത്തേക്ക് ഇട്ടേക്കാം, വീഡിയോ സഹിതം. അപ്പോൾ അത് കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. പിന്നെ ഈ ഫോർക്കിൻ്റെ കേസ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ലീക്കുമായി ബന്ധപ്പെട്ട കേസ് തന്നെയാണ്. പക്ഷേ ഈ ഹാൻഡിലിൽ ബെയറിങ്ങിന് ചെറിയൊരു പ്ലേ ഉണ്ട് കേട്ടോ. അത് കോൺസെറ്റിൻ്റെ ആണ്. അത് തൽക്കാലം നമ്മളൊന്നും ചെയ്യണില്ല. തൽക്കാലം നമ്മളൊന്ന് സെറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിടാം. ഇപ്പോൾ ഗട്ടറിൽ ചാടുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട് ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ ചെറിയൊരു ഷെയ്ക്ക് വന്നത് ഇതിൻ്റെ സെൻറ്ററിലൊരു ബെയറിങ് വന്നുണ്ട്. ആ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ആണ്. ആരംഭമാണ്. തൽക്കാലം നമുക്കത് ചെയ്യണമെന്നില്ല. ബാക്കിയത്തെ ഈ പറഞ്ഞ വർക്കുകൾ ഉൾപ്പെടുത്തി 2 ഫോർക്ക് പൈപ്പ് അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ. കാരണം വണ്ടി നമ്മൾ കയറ്റിയാണെന്ന് തന്നെ ഒരു അല്പം ലേറ്റായിട്ടാണ്. അപ്പോൾ പരമാവധി ഇന്നത്തെ കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ തന്നെ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. കുറച്ച് ലേറ്റായാലും നമുക്ക് തരാം, കുഴപ്പമില്ല. വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടേരാം കേട്ടോ.